ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. ഇതായി സക്രാരിയിൽ രക്ഷകനാമേശുനാഥൻ. ഇതായി തിരുവോസ്തിയിൽ ജീവിക്കും ദൈവത്തിൻ പ്രിയപുത്രൻ. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ തമ്പുരാന്റെ തിരുസന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരും അടഞ്ഞിരിക്കുക. ഒരു ഇളങ്കാറ്റിന് പോലും പറത്തിക്കൊണ്ടു പോകാനാവും വിധം നിസ്സാരമായ ചെറുതായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിന് മുൻപിലാണ്. ഒരുപാട് കുറവുകളുണ്ട്, പോരായ്മകളും ബലഹീനതകളുമുണ്ട്. നമുക്ക് കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന തമ്പുരാന്റെ വിശുദ്ധമായ സാന്നിധ്യത്തിലാണ് നാം ഓരോരുത്തരും. തമ്പുരാന്റെ മുൻപിൽ നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും കേട്ട് തമ്പുരാൻ നമുക്ക് കൃത്യമായ മറുപടി നൽകട്ടെ. നിറഞ്ഞ ഹൃദയത്തോടുകൂടെ, നിറഞ്ഞ വിശ്വാസത്തോടുകൂടെ ഈ വിശുദ്ധമായ മണിക്കൂറുകളിൽ തമ്പുരാൻ മുമ്പിൽ അണിഞ്ഞിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മുപ്പത്തിമൂന്ന് വർഷം ക്രിസ്തു ഈ ഭൂമിയിലൂടെ നടന്നു നീങ്ങിയത്, പറഞ്ഞു നമ്മളെ പഠിപ്പിച്ചത് തൻ്റെ ദൈവം ആരാണ്, തൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് എന്നതായിരുന്നു. ഒരുപാട് ദൈവസങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. തികച്ചും വ്യത്യസ്തമായൊരു ദൈവസങ്കല്പത്തെക്കുറിച്ചാണ് ഈ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ക്രിസ്തു നമുക്ക് പറഞ്ഞു നൽകിയതും പഠിപ്പിച്ചതുമല്ല. ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ 33 വർഷത്തെ ജീവിതം, തൻ്റെ ദൈവം ആരാണ്, ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ ബോധ്യങ്ങൾ എന്താണ്, ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ സങ്കല്പങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതിൻ്റെ വെളിപ്പെടുത്തലുകളായിരുന്നു. ക്രിസ്തുവിലൂടെ പൂർത്തിയായ ദൈവസങ്കല്പം എന്താണെന്ന് ഒന്ന് വിചിന്തനം ചെയ്യുവാൻ, ധ്യാനിക്കുവാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതം ഏകദേശം AD 30-40 കാലഘട്ടത്തിലായിരുന്നു. റോമ സാമ്രാജ്യത്തിൻ്റെ അതിഭീകരമായ ഭരണം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തു ഭൂമിയിൽ ജീവിക്കുക, ഇസ്രായേൽ ദേശത്ത് ജീവിക്കുക. റോമ സാമ്രാജ്യത്തിൻ്റെ അതിഭീകരമായ ഭരണാന്തരീക്ഷങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ജനത ഒരു രക്ഷകനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. തങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന,
റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിന്റെ ചങ്ങലകൾ തകർത്തെറിയുന്ന വളരെ ശക്തനായ, ധീരനായ, രാജാതിരാജനായ ഒരു രാജാവിനെയാണ്, ഒരു രക്ഷകനെയാണ് ഇവർ ക്രിസ്തുവായിട്ട്, മിശിഹായായിട്ട്, രക്ഷകനായിട്ടൊക്കെ പ്രതീക്ഷിക്കുക. ജനം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ്. ഒരു രാജാതിരാജനായ, ശക്തനായ, ധീരനായ രാജാവിനെ. യഹൂദജനത്തിന്റെ മുഴുവൻ ദൈവസങ്കല്പമാണത്. ശക്തനായ ഒരു ദൈവത്തെക്കുറിച്ച്, ധീരനായ ഒരു ദൈവത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുള്ളൂ, അവർ അറിഞ്ഞിട്ടുള്ളൂ, പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ആവണം ക്രിസ്തുവിന് അവർ മനോഹരമായൊരു സ്വീകരണം നൽകുന്നുണ്ട്. ഓശാന ഞായറാഴ്ച തങ്ങളെ രക്ഷിക്കാൻ വരുന്ന, അടിമത്തത്തിന്റെ ചങ്ങലകൾ തകർത്തെറിയുന്ന ശക്തനും ധീരനുമായ ഒരു ദൈവത്തെയാണ്, മിശിഹായെയാണ് അവർ സ്നേഹപൂർവ്വം ജെറുസലേമിലേക്ക് സ്വീകരിച്ച് ആനയിക്കുക. ക്രിസ്തു നടത്തിയ അത്ഭുതങ്ങളും ക്രിസ്തുവിന്റെ അടയാളങ്ങൾ, നീതിക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ പോരാട്ടങ്ങൾ, അനീതിക്കെതിരെ ക്രിസ്തു ഉയർത്തിയ ശബ്ദങ്ങളൊക്കെ തങ്ങൾ പ്രതീക്ഷിക്കുന്ന ദൈവം, തങ്ങൾ പ്രതീക്ഷിക്കുന്ന മിശിഹ ഇവൻ തന്നെയാണോ എന്ന് ചിന്തിക്കുവാൻ ഈ ജനക്കൂട്ടത്തെ തീർച്ചയായിട്ടും പ്രേരിപ്പിച്ചിരിക്കണം. അത്തരമൊരു ചിന്തയാവണം വളരെ സ്നേഹപൂർവ്വം ക്രിസ്തുവിനൊരു സ്വീകരണം ഒരുക്കുവാനൊക്കെ ഇവരെ പ്രേരിപ്പിച്ചത്. പക്ഷെ ക്രിസ്തുവിലൂടെ പൂർത്തിയാവുക തികച്ചും വ്യത്യസ്തമായ ഒരു ദൈവസങ്കല്പമാണ്. ഈ സുവിശേഷം മുഴുവൻ പറഞ്ഞു വെക്കുന്നത് ക്രിസ്തു എത്തരത്തിലുള്ളൊരു ദൈവത്തെയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത്. ക്രിസ്തു അവതരിപ്പിച്ച പിതാവായ ദൈവം ആരാണ്, ദൈവത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നൊക്കെയാ ഈ സുവിശേഷങ്ങൾ മുഴുവൻ പറഞ്ഞു വെക്കുക. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സഹായത്തോടു കൂടെ നമ്മുടെ ദൈവം ആരാണ്, നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്താണ് എന്നൊന്ന് പരിശോധിക്കുവാൻ, ഇന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് വിശുദ്ധ മർക്കോസ്ലിഹായുടെ സുവിശേഷത്തെ ഒന്ന് പരിഗണിക്കാം. ചരിത്രത്തോട് ഏറ്റവും അധികം നീതി പുലർത്തുന്ന സുവിശേഷം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷമാണ്. കാരണം ഏറ്റവും ആദ്യം എഴുതപ്പെട്ടതും മർക്കോസ്ലിഹായുടെ സുവിശേഷമാണല്ലോ. നമുക്ക് മർക്കോസ്ലിഹായുടെ സുവിശേഷത്തെ കാര്യമായിട്ട് തന്നെ ഒന്ന് പരിഗണിക്കാം. നമുക്കറിയാം, ഏറ്റവും ആദ്യം സുവിശേഷങ്ങൾ ഒന്നും തന്നെ എഴുതപ്പെടുകയായിരുന്നില്ല, ഇവയെല്ലാം പറയപ്പെടുകയായിരുന്നു. കാലക്രമത്തിലാണ് ഇവയെല്ലാം എഴുതപ്പെട്ടത്. അങ്ങനെയെങ്കിൽ താടിയും മുടിയുമൊക്കെ നരച്ച പടുക്കിളവനായ ഈ മർക്കോസ്ലിഹ തൻ്റെ ഏതാനും ചില സുഹൃത്തുക്കളെ മാത്രം വിളിച്ചു വരുത്തി അവരോട് തൻ്റെ ദൈവമാരാണ്, തൻ്റെ ക്രിസ്തുവാരാണ്, തൻ്റെ രക്ഷകനാരാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുക. താൻ അനുഭവിച്ച തനിക്ക് കൃത്യവും വ്യക്തവുമായ ധാരണയുള്ള തൻ്റെ ദൈവമാരാണ്, തൻ്റെ ക്രിസ്തുവാരാണെന്നാണ് മർക്കോസ്ലിഹ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. മർക്കോസ്ലിഹയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരാരും തന്നെ ക്രിസ്തുമത വിശ്വാസികളാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവരൊക്കെ പല പല മതങ്ങളിൽ പെട്ടവരാണ്. മർക്കോസ്ലിഹ തൻ്റെ ദൈവത്തെക്കുറിച്ച്, തൻ്റെ ദൈവസങ്കല്പത്തെക്കുറിച്ച്, താൻ അനുഭവിച്ചതിൻ്റെ മിശിഹായെക്കുറിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മർക്കോസ്ലിഹായുടെയും സുവിശേഷം ആരംഭിക്കുന്നു. മർക്കോസ്ലിഹ കഥ പറഞ്ഞു തുടങ്ങുന്നു. ക്രിസ്തു ജോർദാൻ നദിയിലേക്ക് കടന്നു വരുന്നു. അവിടെ വെച്ച് അവൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. വെള്ളത്തിൽ മുങ്ങുന്നു, വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. സ്വർഗത്തിൽ നിന്ന് മനോഹരമായൊരു ശബ്ദം, ഇവന്റെ പ്രിയപുത്രനാകുന്നു, ഇവൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. കേൾവിക്കാർക്ക് വളരെ സന്തോഷമായി. ഒത്തിരി ആകാംക്ഷയോടെ, സന്തോഷത്തോടു കൂടിയാണ് അവർ ഈ വചനങ്ങൾ കേൾക്കുക, കഥ കേൾക്കുക. കാരണം ഇതവർക്ക് സുപരിചിതനായ ദൈവമാണ്. വളരെ രാജകീയമായിട്ട് ജോർദാൻ നദിയിലേക്ക് നടന്നു വരുന്ന ക്രിസ്തു. എല്ലാം വളരെ രാജകീയമാണ്, വളരെ മനോഹരമാണ്, ആഢ്യമുള്ളതാണ്, പ്രഭതൂകിയതാണ്. സ്വർഗത്തിൽ നിന്ന് മനോഹരമായ ശബ്ദം വരുന്നു. ഇവനെന്റെ പ്രിയപുത്രനാണെന്ന് ദൈവം തമ്പുരാൻ വിളിച്ചു പറയുന്നു. ആളുകൾക്ക് സന്തോഷമാകുന്നു, ആളുകൾ കൈയടിക്കുന്നു. അവർക്ക് വളരെ വളരെ സുപരിചിതനായ ഒരു ദൈവത്തെക്കുറിച്ചാണ്, ദൈവസങ്കല്പത്തെക്കുറിച്ചാണ് മർക്കോസ്ലിഹ പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷെ ആളുകളുടെ കയ്യടികളെ അവസാനിക്കുന്നതിന് മുമ്പ് മർക്കോസ്ലിഹ പറഞ്ഞു വെക്കുക, ക്രിസ്തു ആത്മാവിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. അവിടെ 40 ദിനയാത്രകൾ വന്യമൃഗങ്ങളോട് മല്ലടിച്ചവൻ ജീവിച്ചു. അവസാനം അവന് വിശന്നുവെന്നാണ്. ആളുകൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവർ അത്ഭുത സ്തംഭരായിട്ട് നിൽക്കുകയാണ്.
അവർക്ക് മനസ്സിലാവുന്നില്ല ഇതെന്ത് ദൈവം. ഇങ്ങനൊരു ദൈവത്തെക്കുറിച്ച് അവർ കേട്ടിട്ടേയില്ല. മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്ന ദൈവം, 40 ദിനയാത്രകൾ മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വരുന്ന ദൈവം, വന്യമൃഗങ്ങളോട് മല്ലടിക്കേണ്ടി വരുന്ന ദൈവം, വിശന്നു പൊരിയുന്ന ദൈവം. ഇതെന്ത് ദൈവം? തങ്ങളുടെ ചിന്തയിലോ തങ്ങളുടെ തലയിലോ ഇല്ലാത്ത ഒരു ദൈവസങ്കല്പത്തെ കുറിച്ചാണ് മർക്കോസ് ലീഹ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് ആളുകൾ അത്ഭുത സ്തംഭരായിട്ട് നിൽക്കുന്നത്. അവർക്ക് കാര്യമായിട്ട് കാര്യങ്ങളൊന്നും പിടുത്തം കിട്ടുന്നില്ല. കേൾവിക്കാർ ആകാംക്ഷയോടെ മർക്കോസ് ലീഹയെ നോക്കുന്നുണ്ട്. മർക്കോസ് ലീഹ വീണ്ടും കഥ പറഞ്ഞു തുടങ്ങി. കഥ കൃത്യം അതിന്റെ നടുക്കെത്തി. അതായത് മർക്കോസ് ലീഹയുടെ സുവിശേഷത്തിന്റെ 8-9 അധ്യായങ്ങളിൽ, നമുക്കറിയാം മർക്കോസ് ലീഹയുടെ സുവിശേഷത്തിലും 16 അധ്യായങ്ങളാണല്ലോ ഉള്ളത്. 8-9 അധ്യായങ്ങളിലെത്തി. മർക്കോസ് ലീഹ പറയുന്നു, ക്രിസ്തു താബോർ മലയിലേക്ക് കടന്നു വരുന്നു. ക്രിസ്തുവിന്റെ രൂപാന്തരീകരണമാണ്. അവിടെയും വളരെ രാജകീയമായിട്ടാണ് ക്രിസ്തുവിനെ മർക്കോസ് ലീഹ അവതരിപ്പിക്കുക. സ്വർണം പോലെ ജ്വലിക്കുന്നതാണ് ക്രിസ്തുവിന്റെ മുഖം. വളരെയധികം പ്രഭ തൂകുന്നതാണ് ക്രിസ്തുവിന്റെ മുഖഭാവങ്ങൾ. വെട്ടിത്തിളങ്ങുന്ന മനോഹരമായ വസ്ത്രങ്ങളാണ് ക്രിസ്തു ധരിച്ചിരിക്കുക. എല്ലാം വളരെ രാജകീയമാണ്, വളരെ മനോഹരമാണ്. ആളുകൾക്ക് വീണ്ടും സന്തോഷമാകുന്നു, ആളുകൾ വീണ്ടും കൈയടിക്കുന്നു. കാരണം ഇതവർക്ക് സുപരിചിതമായ ദൈവമാണ്, രാജകീയമായ ഭാവങ്ങളുള്ള ദൈവം, സ്വർണം പോലെ വെട്ടിത്തിണങ്ങുന്ന മുഖങ്ങളുള്ള ദൈവം, വളരെ പ്രഭ തൂകുന്ന വസ്ത്രങ്ങൾ ധരിച്ച് വലിയ സിംഹാസനത്തിലിരുന്ന് സകല പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്ന ഈ സകല പ്രപഞ്ചത്തിന്റെയും ഉടയവനായ ദൈവം. ഇത്തരമൊരു ദൈവസങ്കല്പത്തെ കുറിച്ച് ഇവർ കേട്ടിട്ടുണ്ട്. അവർക്ക് വളരെ സുപരിചിതനായ ദൈവമാണിത്. ആളുകൾക്ക് സന്തോഷമാവുന്നു, അവർ കൈയടിക്കുന്നു. പക്ഷെ വീണ്ടും അവരുടെ കൈയടികൾ അവസാനിക്കുന്നതിന് മുമ്പ് മർക്കോസ് ലീഹ പറഞ്ഞു വെക്കുക ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചുള്ള 2ാമത്തെ പ്രവചനമാണ്. ആളുകൾ വീണ്ടും അത്ഭുത സ്തംഭരാവുന്നു. അവർ നിശബ്ദരായിട്ടിരിക്കുകയാണ്. ഇതെന്ത് ദൈവം? മരണത്തിന് വിധിക്കപ്പെടുന്ന ദൈവം, കുരിശു മരണം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ദൈവം, തങ്ങളെ രക്ഷിക്കുവാൻ എന്ന് കരുതിയ അവൻ യഹൂദ പ്രമാണിമാരുടെയും യൂദാ പടയാളികളുടെയും ഒക്കെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഇങ്ങനൊരു ദൈവത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. ബലഹീനരായ ഒരു ദൈവത്തെക്കുറിച്ച്, തോറ്റുപോകുന്നൊരു ദൈവത്തെക്കുറിച്ചൊക്കെയാണ് മർക്കോസ് ലീഹ പറഞ്ഞു കൊടുക്കുന്നത്. പതുക്കെ പതുക്കെ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണകള് മർക്കോസ് ലീഹ അടിമുടി ഇല്ലാണ്ടാക്കുകയാണ്. അവരുടെ ദൈവസങ്കല്പത്തെ, ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളെ മർക്കോസ് ലീഹ മാറ്റി എഴുതുകയാണ്. മർക്കോസ് ലീഹയുടെ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട്. അവസാനിക്കുന്നതോ ശതാധിപന്റെ മനോഹരമായൊരു വിശ്വാസ പ്രഖ്യാപനത്തോടു കൂടിയാണ്. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നുവെന്ന്. ആരെ നോക്കിയിട്ടാണ് ഈ ശതാധിപൻ പറയുക ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നുവെന്ന്? അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു ദൈവത്തെ നോക്കിയിട്ടല്ല, 5 അപ്പം 5000 പേർക്കും വിഭജിച്ച് നൽകിയ ഒരു ദൈവത്തെ നോക്കിയിട്ടല്ല ഈ ശതാധിപൻ പറയുന്നത്. അന്ധന് കാഴ്ച നൽകിയ ദൈവത്തെ നോക്കിയിട്ടല്ല, ബദിരിന് കേൾവി നൽകിയ ദൈവത്തെ നോക്കിയിട്ടല്ല, മരിച്ചവനെ ഉയർപ്പിച്ച ഒരു ദൈവത്തെ നോക്കിയിട്ടല്ല ശതാധിപൻ തന്റെ വിശ്വാസം ഏറ്റുപറയുക. മറിച്ച് കാൽവരിയിലെ കുരിശിലെ തൂങ്ങിയാടുന്ന ക്രിസ്തുവിനെ നോക്കിയിട്ടാണ് ഈ ശതാധിപൻ പറയുക സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നുവെന്ന്. ദൈവത്തെക്കുറിച്ചുള്ള സകല കാഴ്ചപ്പാടുകളും, ദൈവത്തെക്കുറിച്ചുള്ള സകല സങ്കല്പങ്ങളും അടിമുടി ഇല്ലാതാക്കിയിട്ടാണ് മർക്കോസ് ലീഹ തന്റെ സുവിശേഷം അവസാനിപ്പിക്കുക. എങ്ങനെയുള്ളൊരു ദൈവത്തെക്കുറിച്ചാണ് മർക്കോസ് ലീഹ പറയുന്നത്? മുറിവേറ്റ ക്രിസ്തുവിനെ കുറിച്ച്, ബലഹീനനായ ക്രിസ്തുവിനെ കുറിച്ച്, സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ക്രിസ്തുവിനെ കുറിച്ച്. ഇനി നിങ്ങൾ പറ, നമ്മുടെ ദൈവമാരാണ്? ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ എന്തെല്ലാമാണ്? കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു ദൈവസങ്കല്പം നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തിയ ഒരു ദൈവസങ്കല്പത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ചരിത്രം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ക്രിസ്തു നമ്മുടെ ഭാവനയിലുള്ള ക്രിസ്തു സങ്കല്പത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. എങ്ങനെയുള്ളൊരു ദൈവത്തെക്കുറിച്ചാണ് ഈ സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്? സകല പ്രപഞ്ചത്തിന്റെയും ഉടയവനായിരുന്നിട്ടും ഒരു കാലിത്തൊഴുത്തിൽ വന്ന്
പിറക്കേണ്ടി വരുന്ന ദൈവം. തലചായ്ക്കാൻ സ്വന്തമായിട്ടൊരു കൂര പോലുമില്ലാണ്ട് പാവപ്പെട്ട മുക്കുവന്മാരുടെ വഞ്ചിയുടെ തുഞ്ചത്ത് തലവെച്ചുറങ്ങേണ്ടി വരുന്ന ഒരു ദൈവം. കരുണയും ആത്മാവുമില്ലാത്ത ബലികൾ അർപ്പിച്ചതിന്റെ പേരിൽ യഹൂദ പ്രമാണിമാരുടെയും യൂദാ പ്രമാണിമാരുടെയും ഒക്കെ കണ്ണിലെ കരടായിട്ട് മാറുന്ന ഒരു ദൈവം. മുക്കുവന്മാരും ചുങ്കക്കാരും കൊള്ളക്കാരുമായ 12 പേരെ തിരഞ്ഞെടുത്ത് അവരുടെ മുൻപിൽ മുട്ടുകുത്തി അവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് വിനയത്തിന്റെ മാതൃക കാണിച്ചു നൽകിയ ദൈവം. പാപഭാരത്താൽ ശിരസ് താണുപോയ പാപിനിയായ സ്ത്രീയുടെ മുൻപിൽ അവളെ തലയുയർത്തിൽക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന, അവളുടെ ശിരസ് ഉയർത്തിപ്പിടിച്ച് ഇനി ആരും തൻ്റെ മുൻപിൽ ശിരസ് നമിക്കരുത് എന്ന് വാശി പിടിക്കുന്ന ഒരു ദൈവം. യഹൂദ പ്രമാണിമാരുടെയും യൂദാ പടയാളികളുടെയും ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയനായിട്ട് മാറുന്ന ഒരു ദൈവം. അപമാനത്തിന്റെയും ശാപത്തിന്റെയും അടയാളമായ മരക്കുരിശില് സ്വന്തം ജീവിതം ഹോമിക്കേണ്ടി വരുന്ന ഒരു ദൈവം. സ്വന്തം മരണം പോലും മാറ്റിവെക്കാനാവാണ്ട് കുരിശില് തൂങ്ങിയാടുന്ന, അതിദാരുണമായിട്ട് കൊല ചെയ്യപ്പെടുന്ന ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ചാണ് ഈ സുവിശേഷം നമ്മുടെ മുൻപിൽ സംസാരിക്കുന്നത്. ഈ സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവം ഇതാണ്, ക്രിസ്തു ഇതാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായി നമ്മുടെ മുൻപിൽ അണഞ്ഞിരിക്കുന്നത് ഈ ദൈവമാണ്. ആ തമ്പുരാന്റെ മുൻപിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കാം, നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. തമ്പുരാനോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യമായ തമ്പുരാന്റെ തിരുസന്നിധിയില് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. കരുണവാനായ ഈശോയെ, ഒരുപാട് വേദനകളിലൂടെ, ദുഃഖങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, നെടുവീർപ്പുകളിലൂടെ ഞങ്ങളും കടന്നുപോയിട്ടുണ്ട്. ഒരിക്കലും അങ്ങനുഭവിച്ച വേദനകൾ, അങ്ങനുഭവിച്ച ദുഃഖങ്ങൾ, അങ്ങനുഭവിച്ച നെടുവീർപ്പുകൾ ഞങ്ങൾ ഗൗരവമായി കണ്ടിട്ടില്ല. ഇനി ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, എത്ര കണ്ട് ഞങ്ങൾ വേദനകൾ അനുഭവിച്ചാലും, എത്രയധികം ദുഃഖങ്ങൾ അനുഭവിച്ചാലും, എത്രയധികം നെടുവീർപ്പുകൾ അനുഭവിച്ചാലും, ഞങ്ങളെക്കാൾ ഒരുപാടധികം വേദനകളും ദുഃഖങ്ങളും സഹനങ്ങളും ഏറ്റുവാങ്ങിയവനാണ് അങ്ങ്. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി, ഞങ്ങളുടെ രക്ഷയെ പ്രതി അങ്ങ് അനുഭവിച്ച വേദനകളെയും ദുഃഖങ്ങളെയും ഒത്തിരി സ്നേഹത്തോടു കൂടെ ഞങ്ങൾ സ്മരിക്കുന്നു. അങ്ങയുടെ വേദനകളും ദുഃഖങ്ങളും അങ്ങ് അനുഭവിച്ച നെടുവീർപ്പുകളെയും കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങളുടെ വിഷമങ്ങളും വേദനകളും വളരെ നിസ്സാരമെന്ന് ഞങ്ങൾ ചിന്തിച്ചു പോകുന്നു.
ഒരുപാട് പരാതികളുമായിട്ടാണ് അങ്ങയുടെ തിരുസ്ഥാനത്തിൽ ഞങ്ങൾ അണഞ്ഞത്. ഞങ്ങളുടെ ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും കുറിച്ചുള്ള പരാതികൾ കൊണ്ട് തമ്പുരാനെ, പരാതികളും ആവശ്യങ്ങളും സമർപ്പിക്കുന്നതിന് പകരം ഒത്തിരി സ്നേഹത്തോടും ധൈര്യത്തോടും കൂടെ അവയെല്ലാം അഭിമുഖീകരിക്കുന്നതിനുള്ള കൃപകൾക്ക് വേണ്ടിയും വരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പരിപൂർണമായും അങ്ങയോട് ചേർക്കപ്പെടുന്ന ദിനം വരെ വാക്കിലും പ്രവൃത്തിയിലും വിശ്വസ്തത കാണിക്കുന്ന, അപരന് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പകർന്നു കൊടുക്കുന്ന, അപരൻ്റെ നെടുവീർപ്പുകളിൽ ആശ്വാസവും വേദനകളിൽ താങ്ങും ആയി വർദ്ധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വേദനകളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും മൂലം ക്ലേശം അനുഭവിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വേദനകളിലാണ്, ദുഃഖങ്ങളിലാണ്, സങ്കടങ്ങളിലാണ്, ആകുലതകളിലാണ് നാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം തിരിച്ചറിയുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ അണിഞ്ഞിരിക്കുക. കാരണം ഞങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് മനസ്സിലാക്കാനാവും. ഞങ്ങളെക്കാൾ ഒരുപാടധികം സഹിച്ചവനാണ്, ഞങ്ങളെക്കാൾ ഒരുപാടധികം വേദനകൾ അനുഭവിച്ചവനാണ്, ഞങ്ങളെക്കാൾ ഒരുപാടധികം ദുഃഖങ്ങളും നെടുവീർപ്പുകളും ഏറ്റുവാങ്ങിയവനാണ് അങ്ങനെ ഞങ്ങളിന്ന് തിരിച്ചറിയുന്നു. കരുണവനായ ഈശോയെ, നിറഞ്ഞ ഹൃദയത്തോടും പരിപൂർണമായ ഹൃദയത്തോടും കൂടെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, സഹനങ്ങളെയും ശിരസിൽ വഹിക്കുവാൻ, യാതൊരു പരാതിയും പരിഭവമില്ലാണ്ട് സ്നേഹം മാത്രം ലക്ഷ്യമാക്കി അങ്ങേ അനുഗമിക്കുവാനുള്ള കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിൻ സന്നിധി മതി എന്നേശുവേ, നിൻ പ്രസാദം മതി ഇന്നെനിക്ക്, നിൻ സന്നിധി മതി എന്നേശുവേ, നിൻ പ്രസാദം മതി ഇന്നെനിക്ക്. വൻ ദുഃഖങ്ങളിലും നിൻ സന്നിധി മതി, വൻ ദുഃഖങ്ങളിലും നിൻ സന്നിധി മതി, നിൻ കൃപാവരം മതി ഇന്നുമെന്നും. നമ്മളെക്കാൾ ഒരുപാടധികം സഹിച്ച, നമ്മളെയൊക്കെ ഒരുപാടധികം വേദനകളും ദുഃഖങ്ങളും ഏറ്റുവാങ്ങിയ തമ്പുരാന്റെ തിരുസന്നിധിയിൽ നിറഞ്ഞ ഹൃദയത്തോടും പരിപൂർണമായ വിശ്വാസത്തോടും കൂടെ നിന്ന് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുക. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ.
വണങ്ങിടുവിൻ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.